ഹായ്, എല്ലാവർക്കും നമ്മുടെ ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയർ ആയിട്ട് നമ്മള് ട്രെയിനിൽ, അതായത് ആദ്യമായിട്ട് കുഞ്ഞിലെ കയറിയിട്ടുണ്ട്. ഒരു 8 മാസം പ്രായമുള്ളപ്പോഴാണ് ആദ്യം ട്രെയിനിൽ കയറിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഓർമ്മ ആദ്യക്കില്ല. പക്ഷെ ഇപ്പൊ ആദ്യയുടെ ആ ഒരു എന്റർടൈൻമെന്റിൽ അടിച്ചു പൊളിക്കാനായിട്ട് ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നല്ലേ? യെസ്, ആദ്യമായിട്ടാണ് ആദ്യം ട്രെയിനിൽ കയറുന്നത്. അപ്പൊ നമ്മള് കീർത്തി ഏകദേശം ട്രെയിനിൽ കയറിയിട്ട് കുറെ കയറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു 4 വർഷമായി. അപ്പൊ എന്തായാലും നമ്മള് ഇന്ന് പോയിട്ട് നാളെ നമ്മൾ വരുള്ളൂ. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് എറണാകുളത്തേക്കാണ്. നിങ്ങൾ ഇപ്പൊ എന്തായാലും കണ്ടാണ് എറണാകുളത്തേക്ക് എവിടെയാണ് പോകുന്നതെന്ന്. നേരെ നമ്മൾ പോകുന്നത് എറണാകുളത്ത് എവിടെ? അടിച്ചുപൊളി എന്റർടൈൻമെന്റ് നേരെ പോകുന്നത് വണ്ടറിലേക്കാണ്. അപ്പോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ്, 2024 ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. യെസ്, ട്രെയിനിലാണ് വന്നത്. ട്രെയിനിൽ രാവിലെ 5 മണിയായപ്പോഴാണ് നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്തത്. പിന്നെ കീർത്തിയുടെ റിലേറ്റീവിന്റെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ രാവിലെ ഇത് 9 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വണ്ടറിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. വാ 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 വാ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറുകയാണ് ഗൈസ്. Hey bro. Costumes. ഏയ് ആദി, ഇപ്പൊ എന്ത് കാണാനാണ് വന്നിരിക്കുന്നത് അറിയാമോ? എന്തോന്ന് കാണാൻ വന്നിരിക്കണേ? 3D ഷോ. ഓക്കെ, 3D ഷോ എന്ന് പറഞ്ഞ് കണ്ണാടി വെച്ച് കാണണം. അത് നാച്ചുറൽ ആയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഷോയിലേക്ക് പോയാലോ? എങ്ങനെയുണ്ട്? യെസ്, 3D ഷോ കഴിഞ്ഞ് അടുത്ത ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അടുത്ത നെക്സ്റ്റ് ഷോ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഷോ ഇടത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷോ ഉണ്ട്. ഇടത്തോട്ട് പോ. അറിഞ്ഞൂടാ, എന്തിനാന്ന് ഇടത്തോട്ട് പോവുകയാണ് നമ്മൾ അല്ലേ? അതെ, അതിൽ കയറിക്കോ. പാർക്ക് കയറിക്കോ. എൻട്രി ഗൈസ് നമ്മൾ പോവുകയാണ്. 3D ഷോ ഉണ്ട്. അടുത്ത് നെക്സ്റ്റ് യെസ്, പാർക്കിൽ പോവുകയാണ് ഞങ്ങൾ. കമ്പിയിൽ ഇരുത്തി പിടിച്ചാ കമ്പി.
ബ്രോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കാണാനില്ല ഗൈസ്. അതാ വരുന്നുണ്ട് കീർത്തി. ഈ ഫ്ലൈറ്റിൽ പോകുന്നുണ്ട് കീർത്തി. കീർത്തി അതാ പോവുകയാണ്, ആ ഫ്ലൈറ്റിൽ പോവുകയാണ് ഗൈസ്. ആദി അമ്മ പോണ ഫ്ലൈറ്റ് കണ്ട ആദി. അമ്മ ഏത് ഫ്ലൈറ്റിൽ പോണേ? യെസ് അതില് ഏതിനും ഒന്നിന് പോവുകയാണ്. യാതാ പോവുകയാണ്, പോവുകയാണ് കീർത്തി, പോവുകയാണ് ഗൈസ്. യെസ് വീണ്ടും കാത്തിരിക്കുകയാണ് കീർത്തിയുടെ ഫ്ലൈറ്റിന് വേണ്ടി. വരികയാണ്. യെസ് വരികയാണ്. എവിടെ അമ്മ എവിടെ ആദി? യെസ് ഗൈസ് ആടി ഉലയുകയാണ് കീർത്തി. കീർത്തി ആടി ഉലയുകയാണ് ഗൈസ്. പോകുന്ന ഫ്ലൈറ്റിലുണ്ട്. വരുന്നുണ്ട്, ഇപ്പൊ വരും. വരുന്നു ഈ ഫ്ലൈറ്റിലുണ്ട് ഗൈസ്. ഇതിലുണ്ട് തലക്കുത്തനെ പോകുന്നുണ്ട്. വെറൈറ്റി ഫുൾ വെറൈറ്റി ബോയ്സ്. ദേണ്ട പോകുന്നു കീർത്തി. പോയി പോകുന്നു ഗൈസ്. ഫുൾ വെറൈറ്റിയാണ് ഗൈസ്, സെറ്റാണ്. ഒരു വെറൈറ്റി അനുഭവം എന്നാണ് തോന്നുന്നത്. കീർത്തി വരുമ്പോൾ അറിയാനും അതിന്റെ ഒരു അനുഭവം. പോകുന്നുണ്ട് വിളി മാത്രം കേൾക്കുന്നുണ്ട് ഗൈസ്. യെസ് ആടി ഉലയുകയാണ്. കീർത്തിയുടെ ഫ്ലൈറ്റ് ആടി ഉലയുകയാണ് ഗൈസ്. അങ്ങനെ കീർത്തിയുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കീർത്തിയുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ് ഗൈസ്. വരികയാണ് കീർത്തിയുടെ ഫ്ലൈറ്റ് വരികയാണ്. ഉണ്ട് കീർത്തി ഉണ്ട്, അതിലുണ്ട്. ആ ഫ്ലൈറ്റ് അങ്ങനെ ആടി ഉലങ്ങി വന്നിറങ്ങിയിരിക്കുകയാണ് കീർത്തി. എങ്ങനെയുണ്ട്? എന്തായാലും ഒരു വെറൈറ്റി അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത നെക്സ്റ്റ്. അപ്പൊ അടുത്ത നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ഇതിൽ കയറാൻ വന്നപ്പോൾ 3Dയിൽ ആദ്യക്ക് സീറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. കാരണം ഏജ് ചെറിയ വിഷയമാണ്. കണ്ടോ, 13 വയസ്സ് നോട്ട് അലോഡ്. 13 നമ്മൾ അതിൽ കയറുന്നില്ല. അപ്പോൾ ഇത് ഒഴിവാക്കി നമ്മൾ അടുത്ത് നെക്സ്റ്റ് ഐറ്റംസിലോട്ട് പോവുകയാണ് അല്ലേ? നീ കയറണ ഇന്നില്ലേ ബാവേ? അത് പോവാ. അതാണ്ടോ നിന്റെ അമ്മ ഇതിൽ അപ്പൊ നീ പിന്നെ നീ പോയിട്ടോ. ഓക്കെ, യെസ് ആദി നമ്മൾ ഒഴിവാക്കിയിട്ട് അമ്മ പേടാ, അതുകൊണ്ടാ പോണ്. ഓക്കെ. ആ ഒറ്റ ഏറിയിൽ ആ 3 തള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഗിഫ്റ്റ് കിട്ടും. അതുകൊണ്ടാ ആ ചേട്ടനല്ല. ആരാണ്? ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.
വാ 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 വാ. തല കുത്തനെ നിർത്തിയിരിക്കുകയാണ് ഗൈസ്. അടാറൈറ്റം തല കുത്തനെ നിർത്തിയിരിക്കുകയാണ് ഗൈസ്. തല കീഴായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ നോക്കിക്കോളൂ. തല കീഴായിട്ട് നിർത്തിയിരിക്കുന്ന ഒരു അതിശയമായ കിട്ടില്ല എൻട്രിയാണ് കേട്ടോ. കിട്ടില്ല. എന്റെ പൊന്നെ, നാമിച്ചു പൊളിച്ചു. യെസ്, എക്സാക്ട്ലി. കിട്ടില്ല. അടിപൊളി. കണ്ടോ, ഇതൊക്കെ വെറൈറ്റി ഐറ്റംസ്. യെസ്, കിട്ടില്ല ടൈമിങ് കേട്ടോ. അതായത് തലക്കുത്തനെയൊക്കെ കിട്ടില്ല ടൈമാണ് ചെയ്യുന്നത്. കിട്ടില്ല. എന്റെ പൊന്നെ, എല്ലാത്തിന്റെയും കിളി പോയിരിക്കുകയാണ് ഗൈസ്. അതാണ് കേട്ടാ. എന്റെ പൊന്നെ, കിടുക്കാച്ച് അങ്ങ് നോക്ക്. ഇത് എന്റെ പൊന്നെ, സൂപ്പർ. എന്റെ പൊന്നെ, ഇതൊക്കെ നമ്മളൊക്കെ അറിയാം. എന്റെ പോലെ കിളി പോകും. തലക്കുത്തനൊക്കെ എന്റെ പൊന്നെ, നാമിച്ചങ്ങ് നോക്കൂ. എന്റെ പൊന്നു, സെറ്റ് കേട്ടോ, സെറ്റ്. കണ്ടതിൽ ഒരു കിടിലൻ വെറൈറ്റി ആയിട്ടാണിത്. ഒരു സെറ്റ് കിടിലായിട്ടാണ് കേട്ടോ. യെസ്. അപ്പൊ അടുത്ത് കുതിര സവാരി അല്ലേ? ആദ്യം അങ്ങനെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുതിര സവാരിക്ക് ആദ്യം പോവുകയാണ്. കുതിരയോട്ടത്തിൽ നമ്പർ 1 ഫസ്റ്റിൽ പോവുകയാണ് ഗൈസ്. കുതിര സവാരി എങ്ങനെയുണ്ട്? മീൻ കാണാൻ പോകുന്നില്ലേ? നമുക്ക് ഈ റൈഡ് ഒന്ന് കണ്ടിട്ട് പോമേ. ഇപ്പൊ വരും, സെക്കൻഡുകൾക്കുള്ളിൽ വരും. എന്റെ പൊന്നെ, എന്തൊരു പോക്ക നോക്കിയാൽ കണ്ണടച്ച് തുറക്കുന്നതിന് ദോ പോകുന്നു. ഒരു പോക്ക് പോയി, അടാറ് പോക്ക്. ഇപ്പൊ ഒരു തിരിച്ചു വരക്കൊണ്ട് ഗൈസ്. കണ്ടാ, അതിലോട്ട് നൈസായിട്ട് കയറി പോവുകയാണ്. ഇനി പോയതുപോലെ റിവേഴ്സ് ആണ് വരുന്നത്. റിവേഴ്സ് എങ്ങനെ വരുന്നുണ്ടോ നോക്കാം. പൊന്നെ, ദോ പോണ് ഗൈസ്. പോയതുപോലെ അവര് തിരിച്ചു വന്നിരിക്കുന്നു. റോക്കറ്റ് എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? എന്തായിരുന്നു അത് സ്പെഷ്യൽ? കാട്ടിനകത്തൂടെ നമ്മൾ ട്രെയിനിൽ പോകണം. കാട്ടിനകത്തൂടെ ട്രെയിനിൽ വെള്ളവും മരവും ഡിനോസർ ഉണ്ടായിരുന്നു, മാനുണ്ടായിരുന്നു, കരടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കണ്ണാടി വെച്ചാൽ പിന്നെ നമുക്ക് അടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല. ആ ഒരു നാച്ചുറാലിറ്റി അല്ലേ? കാട് മാത്രം. ഞാൻ അടുത്തേക്ക് ആളെ കാണാനില്ല. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ കയ്യോ കാലോ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെ കരടിനെ കണ്ട് അത് കാണാൻ പറ്റില്ലേ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു അത്? എങ്ങനെയുണ്ട്? കൊള്ളാമോ? എങ്ങനെയാണ്? സെറ്റാണോ? ഓക്കെ. അടുത്ത ആദ്യക്ക് ഒരു കപ്പൽ യാത്രയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടൈറ്റാനിക് ആണെന്നാണല്ലേ? കപ്പൽ യാത്ര തുടങ്ങിയിരിക്കുന്നു. അലോൺസ്മെന്റ് വന്നിട്ടുണ്ട്. ബ്രോ, അപ്പുറത്തോടെ വാ. എങ്ങനെയുണ്ട്? ഇഞ്ഞു നോക്ക്. അത് നമുക്ക് രണ്ടത് പോവാം. വേണ്ട, നമുക്ക് ഫയർഫോഴ്സിൽ തീ അണയ്ക്കാൻ പോയാലോ? വാ, കം ഗൈസ്. ഇത് ആദ്യം ഫയർഫോഴ്സിൽ തീ അണയ്ക്കാൻ പോവുകയാണ് ഗൈസ്. ഫയർഫോഴ്സിൽ തീ അണയ്ക്കുകയാണ് ഗൈസ്. യെസ്. അതിൽ വെള്ളമില്ലേ? ഗൈസ്, ആദ്യയുടെ ഫയർഫോഴ്സിൽ വെള്ളമില്ല. ഗൈസ് വെള്ളമുണ്ട്. ആദ്യം ഫയർഫോഴ്സിൽ തീ അണയ്ക്കുകയാണ് ഗൈസ്. കാണുന്നത് ആദ്യം ഫയർഫോഴ്സിൽ തീ അണയ്ക്കുകയാണ്. എങ്ങനെയുണ്ട്? തീ അണയുന്നുണ്ടോ? യെസ്, ആദ്യം ഫയർഫോഴ്സിൽ തീ അണയ്ക്കുകയാണ്. തീ ആളി കത്തുകയാണ് ഗൈസ്. കൊട്ടാരം തീ കത്തുന്നത് കാരണം കൊട്ടാരത്തിലെ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം സംഘവും
ഫയർഫോഴ്സിൽ വന്ന് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് അടുത്ത വെറൈറ്റി ഐറ്റംസിൽ പോവുകയാണ്. ആദ്യം അതാ ഓടിക്കയറുകയാണ്. ഇനി സൈക്കിൾ യജ്ഞം. ആദ്യം അങ്ങിരുന്ന് ചിരിക്കുകയാണ്. ആദിയുടെ ചിരി കാണാൻ നമുക്ക് സെക്കൻഡുകൾ. വെയിറ്റ്. ആദി വരികയാണ്. ആദി സൈക്കിൾ യജ്ഞത്തിലാണ്. അത് കാത്ത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് കീർത്തി. എവിടെ ആദി എവിടെ? ദാ വരുന്നു സൈക്കിൾ. ആദി സൈക്കിൾ. ബ്രോ അവർ വരട്ടെ. യെസ് കം. എങ്ങനെയുണ്ട്? ആദി ബ്രോ തല എങ്ങനെയുണ്ടായിരുന്നു? തല കളഞ്ഞ? ഓക്കെ, അങ്ങനെ അവരെ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇറക്കി വിടുകയാണ് ഗൈസ്. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, പതുക്കെ ജമ്പ് ചെയ്ത് പോണവൻ. അങ്ങനെ തളർന്ന് വെള്ളം കുടിക്കുകയാണ് ഗൈസ്. തോറ്റ തുന്നാൻ പാടി വന്ന് നിന്നിട്ട് ഗൈസ് വെള്ളം കുടിക്കുകയാണ് അവർ. അതിനെ പറ, അതൊക്കെ ഉണ്ട്. നേരെ രാത്രി ഫ്രണ്ടിൽ ചാങ്ങരി വന്നിടിക്കും. ഫ്രണ്ടിൽ ചാങ്ങരി പിടിച്ചിരുന്നോ? ഇനി വന്നിടിക്കരുത്. ഇരുത്തി പിടിച്ചോളണം. ഡ്രൈവർ ഇപ്പൊ നോക്കി എവിടെയും കൊണ്ട് ഇടിച്ചു ചേർത്തി അവിടെ കിടക്കും. അങ്ങനെ ആക്സിഡന്റിന് ശേഷം ഇതാ ഇറങ്ങി വരികയാണ്. ഒരു ടീം വന്ന് പരിചയപ്പെടുന്നുണ്ട്. സ്ഥലം എവിടെയാ? കോഴിക്കോടാണ്. ചായ പിടിക്കാനുള്ള കപ്പ് തോണ്ടിരിക്കുന്നു. അതിൽ കയറിയല്ലേ? അപ്പം നമ്മുടെ അപ്പനും അമ്മയും കയറി ഇരിക്കുകയാണ്. അപ്പം അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അവർ വന്നിട്ടേ പറയുള്ളൂ. അപ്പം നമ്മൾ കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ എന്താണ് ഓർഡർ ചെയ്തിരിക്കുന്നത്? എന്താണ്? അപ്പൊ നമ്മള് ബിരിയാണിയാണ് ഓർഡർ ചെയ്തല്ലേ? ഓക്കെ ഗൈസ്, അവനതിൽ കയറാൻ പറ്റാത്തതിൽ കരയുകയാണ്. അത് കരയല്ലേ?
അങ്ങനെ വെച്ചാൽ ആദ്യം ഇറങ്ങിരി പിടി മേളിലത്തെ പിടിയിൽ പിടിച്ച് നീങ്ങിരി. ആ അങ്ങനെ തന്നെ ഇരുന്നോ അങ്ങ് നോക്ക് ദോ പോണു. ഗൈസ് ആദ്യയുടെ സന്തോഷം അതാണല്ലോ നമുക്കെല്ലാം. അപ്പോൾ അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ വരികയാണ്, റൈഡ് വരികയാണ്. നെക്സ്റ്റ് ആദ്യമാണ് വരുന്നത്. സ്ലോവിൽ വരികയാണ്. ഓക്കെ എവിടെ പതുക്കെ പോ. അതില് പിള്ളേർക്ക് വെക്കൂടാ. തലക്കുത്തനെ കീർത്തിയാണ്. എങ്ങനെയുണ്ട്? നീ അങ്ങ് പോയി, ഞാൻ ഇവിടെ ഇറങ്ങാം. പോന്നോ? ആ ഓക്കെ. ഇപ്പൊ വന്നു. ഓക്കെ. At 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. Life lessons come one in a dozen. The other 11 give something from nothing. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have. ഗൈസ് അങ്ങനെ കീർത്തി വരികയാണ്. നമ്മുടെ ട്രാക്കിലൂടെ അതാ കീർത്തി ആടി വിളങ്ങി വരികയാണ്. കീർത്തി വരികയാണ്. ആദ്യം തണുത്ത് വിറയ്ക്കുകയാണ്. അല്ല ആദ്യം ഒന്ന് വിറച്ച് കാണിച്ചോണ്ട്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്, നമ്മൾ വന്നത് സീസൺ ടൈമിലാണ്. സീസൺ ടൈമിലെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ചിൽഡ്രൻസിന് 1319 രൂപയും വലിയവർക്ക് 1619 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഓക്കെ. പിന്നെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഏകദേശം 300 രൂപ കുറഞ്ഞു നിൽക്കും എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ. പിന്നെ അതുകൂടാതെ ഇത് പോയിട്ട്
ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട്. ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് നമ്മൾ അഡീഷണൽ റീചാർജ് ചെയ്യണം. അത് ചെയ്താലുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റൈഡിൽ കയറാനായിട്ട് ഏകദേശം ഒരു 20 പേര് ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യൂവിൽ മുന്നിൽ പോയി കയറാൻ പറ്റും. കയറുന്നതിന് അഡീഷണൽ ചാർജ് ചെയ്യണം. അതായത് 20 രൂപയാണ് നമുക്ക് അവിടുത്തെ ചാർജെങ്കിൽ അതിൻ്റെ ഡബിൾ 40 രൂപ നമ്മൾ എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ റൈഡിൽ കയറാൻ പറ്റൂ. അങ്ങനെ കയറി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ റൈഡിലും കയറാൻ പറ്റും. ഓക്കെ, ക്യൂ നിൽക്കാതെ പെട്ടെന്ന് പോയി കയറാൻ പറ്റും. ക്യൂ നിൽക്കുന്ന ടൈം നമുക്ക് അത്രയും വേസ്റ്റ് ആകുന്നില്ല. അത് ഫാസ്റ്റ് ട്രാക്ക് അഡീഷണൽ റീചാർജ് ചെയ്യണം. പിന്നെ ഉള്ളത് ഈ വണ്ടർല എന്ന് പറയുന്നത് ഒരു അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു എൻ്റർടൈൻമെൻറ്റ് പാർക്ക് തന്നെയാണ് ഈ വണ്ടർല. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ പോവുക, അടിച്ച് പൊളിക്കുക. കിട്ടില്ല വൈബാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഉറപ്പായിട്ടും കിട്ടും. പോകാത്തവർ ഉറപ്പായിട്ടും പോവുക, അടിച്ച് പൊളിക്കുക. ഓക്കെ, സഞ്ചിക്കകത്ത് മുട്ടായി. വണ്ടർല മിഠായി. ഏത് മിഠായി? വണ്ടർല മിഠായി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മള് ഞാൻ വന്നില്ല. അപ്പൊ നമ്മൾ വണ്ടർലയിൽ നിന്ന് ഇറങ്ങുകയാണ്. യെസ്, വണ്ടർലയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പൊ സമയം രാത്രി 8 മണി അല്ലേ? നമ്മൾ നേരെ റൂമിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിത് വണ്ടർലയിൽ നിന്ന് ഇറങ്ങി. അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഇന്ന് ഭയങ്കര തിരക്ക്. ന്യൂ ഇയറിന്റെ ഇതായിട്ട് ഭയങ്കര തിരക്കും പിന്നെ കണ്ടിട്ടുണ്ട്. 2 ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടു. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരുമില്ല. അതുകൊണ്ട് അതിന്റെ നമ്മള് പോരായ്മകളെ കൊണ്ട് ചേഞ്ച് ചെയ്താണ് ആരുമില്ല. അതാണ് വ്യവസ്ഥ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ്, ഇത് വാട്ടർ പ്രൂഫാണ്. ഇതിനകത്ത് ഫോൺ ഇട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വെള്ളത്തിനകത്ത് ഇറങ്ങിയാലും വേറൊരു വിഷയമല്ല, സെറ്റ് സാധനമാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഷോക്ക് ഫാമിലി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.